എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് നാം എല്ലാവരും ഗൂഗിൾ പേ അടക്കമുള്ള UPI പേയ്മെൻറ്റ് രീതികൾ ഉപയോഗിക്കുന്നവരാണ്. ഏപ്രിൽ 1 മുതൽ UPI ട്രാൻസാക്ഷൻ ഉപയോഗിക്കുന്ന നമ്പറുകളിൽ ചില പരിഷ്കാരങ്ങൾ വരുത്തുന്നുണ്ട്. പ്രധാനമായിട്ടും ചില നമ്പറുകൾ കട്ടായി പോകുവാൻ സാധ്യതയുണ്ട്. ഇതുമായി ബന്ധപ്പെടുത്തിയുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. UPIയുമായി ബന്ധിപ്പിച്ചിട്ടുള്ള റീചാർജ് ചെയ്യാൻ മറന്നതോ അതുമല്ലെങ്കിൽ പ്രവർത്തനം നിലച്ചതോ ആയ നിഷ്ക്രിയ മൊബൈൽ നമ്പറുകൾ സുരക്ഷാ ഭീഷണി ഉയർത്തുന്നുണ്ടെന്ന അടിസ്ഥാനത്തിലാണ് ഈ നടപടി ഉണ്ടായിട്ടുള്ളത്. ഉപയോക്താക്കൾ അവരുടെ നമ്പറുകൾ മാറ്റുകയോ നിർജ്ജീവമാക്കുകയോ ചെയ്യുമ്പോൾ UPI അക്കൗണ്ടുകൾ പലപ്പോഴും സജീവമായിട്ട് തന്നെ തുടരുന്നതാണ്. ഇത് മറ്റൊരാളുടെ കൈവശം എത്തിച്ചേരുമ്പോൾ ദുരുപയോഗത്തിന് കാരണമായേക്കാം. ഇത് തടയുന്നതിന് ബാങ്കുകളും ഗൂഗിൾ പേ, ഫോൺ പേ, പേടിഎം പോലുള്ള പേയ്മെൻറ്റ് ആപ്പുകളും ഇപ്പോൾ UPI സിസ്റ്റത്തിൽ നിന്ന് നിർജ്ജീവമല്ലാത്ത നമ്പറുകൾ നീക്കം ചെയ്യുന്നതാണ്. ഇതുമായി ബന്ധപ്പെടുത്തി ഇതാരൊക്കെയാണ് ബാധിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. മൊബൈൽ നമ്പർ മാറ്റിയെങ്കിലും ബാങ്കിൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യാത്ത ഉപയോക്താക്കൾ, അതോടൊപ്പം തന്നെ കോളുകൾ, SMS അല്ലെങ്കിൽ ബാങ്കിംഗ് അലർട്ടുകൾ എന്നിവയ്ക്കായി വളരെ കാലമായി ഉപയോഗിക്കാത്ത നമ്പറുള്ള ഉപയോക്താക്കൾ, ബാങ്ക് വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാത്ത നമ്പർ സറണ്ടർ ചെയ്യാത്ത ഉപയോക്താക്കൾ, പഴയ നമ്പർ മറ്റൊരാൾക്ക് നൽകിയ ഉപയോക്താക്കൾ എന്നിവരെയൊക്കെ ആയിരിക്കും ഇത് പ്രധാനമായിട്ടും ബാധിക്കുന്നത്. ഇതിനുവേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. പ്രധാനമായും ബാങ്ക് അക്കൗണ്ടുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ സജീവമാണെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. ബാങ്കിൽ നിന്ന് SMS അലർട്ടുകളും OTPകളും ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കേണ്ടതാണ്. നെറ്റ് ബാങ്കിംഗ്, UPI ആപ്പുകൾ, ATMകൾ വഴിയോ ബാങ്ക് ശാഖ സന്ദർശിച്ചോ നിങ്ങളുടെ UPI ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. അതോടൊപ്പം തന്നെ UPI IDയുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ഫോൺ നമ്പർ പ്രവർത്തനരഹിതമായി പോയിട്ടുണ്ടെങ്കിൽ എത്രയും വേഗം ബാങ്ക് അക്കൗണ്ടും UPI വിലാസവും പുതിയ നമ്പറുമായി ബന്ധിപ്പിക്കാനും NPCI ഇതുമായി ബന്ധപ്പെടുത്തി നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. അപ്പോൾ ഈ പ്രധാനപ്പെട്ട ഇൻഫോർമേഷൻ എല്ലാവരും മനസ്സിലാക്കി ഇതുമായി ബന്ധപ്പെടുത്തിയുള്ള അപ്ഡേറ്റുകൾ ചെയ്യുവാൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ ഈ വിവരം നിങ്ങൾ മറ്റ് സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും നിങ്ങൾ ഷെയർ ചെയ്തെത്തിക്കുവാൻ ശ്രമിക്കുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.